ഇന്ന് സമയം നോക്കിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, കലണ്ടർ നോക്കിയപ്പോഴാണ് എൻ്റെ വയസ്സ് കുറച്ചുകൂടി കൂടി എന്നുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ ആരോഗ്യത്തിൻ്റെ വയസ്സ് നോക്കിയപ്പം പടച്ചോനെ, ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ നോക്കുകയാണെങ്കിൽ അത് എൻ്റെ ഇപ്പോഴുള്ള കലണ്ടർ ഏജിനേക്കാളും കൂടുതലാണ്. നമ്മൾ ജനിച്ച ദിവസത്തിനനുസരിച്ച് നമ്മുടെ വയസ്സ് ക്രോണോളജിക്കൽ ഏജ് എന്നാണ് പറയുക. എന്നാൽ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ചുള്ളൊരു വയസ്സുണ്ട്, ബയോളജിക്കൽ ഏജ് എന്നാണ്. അത് പലർക്കും വ്യത്യസ്തമായിരിക്കും. ഈ പുഴ ഓരോ കാലാവസ്ഥക്കനുസരിച്ച് ഇങ്ങനെ മാറുമെന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മുടെ ബയോളജിക്കൽ ഏജ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം എൻ്റെത് ക്രോണോളജിക്കൽ ഏജിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അതിനുള്ളൊരു ഉപാധി എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നടക്കാനൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ ബ്രിസ്ക് വാക്കിങ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഫറൂഖ് പോയതിൻ്റെ പാലത്തിൻ്റെയൊക്കെ അടുത്തുകൂടെ നമ്മുടെ മനോഹരമായ നമ്മളെ കേരള ഗവൺമെൻറ് നല്ലൊരു രാജപാത ഒരുക്കിയിട്ടുണ്ട്. ഈ പുഴ കണ്ട് ആസ്വദിച്ചൊക്കെ നമുക്ക് ഇങ്ങനെ നടന്നു പോകാൻ പറ്റിയൊരു രാജപാത. ആ രാജപാതയിൽ കൂടെ ഞാനിങ്ങനെ നടന്നു പോകാം. ഈ നടത്തം, ഈ സമയം ഈ വാഹനങ്ങൾ ഓടുന്നേക്കാളും സ്പീഡ് പോകുന്നതിനേക്കാളും നമ്മുടെ ബയോളജിക്കൽ ഏജ് കുറച്ചുകൊണ്ട്. ഇതിൻ്റെ അടുത്തൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചൈൽഡിഷായിട്ട് പെരുമാറുകയാണെങ്കിൽ ആ ചൈൽഡിഷ് പാർക്കിൽ ഒരുപക്ഷെ നമുക്കും പോയി കളിക്കാം, നമ്മുടെ ബയോളജിക്കൽ ഏജ് കുറച്ചാൽ. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് നടക്കാൻ കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ നടത്തം ഒരു ഹോബിയാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബയോളജിക്കൽ ഏജ് ഡിസൈഡ് ചെയ്യുന്ന മെയിൻ സംഭവം എന്താണെന്നറിയോ? നമ്മുടെ കോശങ്ങളിലെ DNA ആണ്. DNA മെത്തിലേഷനാണ്. അതൊരു എപ്പിജനറ്റിക് ക്ലോക്കായിട്ട് നമ്മളോട് പറയും, നീ അങ്ങനെ വയസ്സനാവണ്ട, നീ ചെറുപ്പമായി നിന്നാൽ മതിയെന്ന്. നമ്മളിപ്പോൾ അനാവശ്യത്തിന് കുറച്ച് ഭക്ഷണം കഴിക്കുമ്പം നമ്മൾ പറയാ, ഈ ഭക്ഷണം ആവശ്യത്തിലേറെ ഞാൻ കഴിക്കുകയാണെങ്കിൽ ഇത് എന്നെ വയസ്സനാക്കുകയാണ്, എൻ്റെ ബയോളജിക്കൽ ഏജ് കൂട്ടുകയാണ് എന്നുള്ള വിശ്വാസത്തോടെ അപ്പോൾ നമുക്കത് നോ എന്ന് പറയാൻ നമുക്ക് പറ്റും. പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിങ്ങനെ കുത്തിയിരുന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ വാഹനത്തിൽ അവിടെ കുത്തിയിരിക്കാനില്ല, ഞാൻ കുത്തിയിരുന്നില്ല, ഞാനിങ്ങോട്ട് ഇറങ്ങി നടന്നു. ആ കുത്തിയിരുന്നപ്പം എന്നോട് പറഞ്ഞു, എടാ നീ എന്തിനാ വെറുതെ ഈ വിലപ്പെട്ട സമയത്ത് എന്തിനാണ് നീ വെറുതെ ഇങ്ങനെ സ്വയം വയസ്സനാവുന്നത്, അനാരോഗ്യത്തോടെ വയസ്സനാവുന്നത്? നടന്നോ, നമുക്ക് ആരോഗ്യത്തോടെ എൻ്റെ ക്രോണോളജിക്കൽ ഏജ് അത് തടയാൻ പറ്റില്ലല്ലോ, അതിലേക്ക് നിനക്ക് നീങ്ങാം. ഒരു മഹാമനുഷ്യൻ മൊത്തത്തിൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് പുകവലിയോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ ഏജ് കുറച്ച് വരികയാണ്. ഒരുപാട് തവണ നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മുടെ വയസ്സിനെ എങ്ങനെ ഒന്ന് പിറകോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ നമുക്ക് ഇന്നതൊക്കെ ചെയ്യാമായിരുന്നു തോന്നാറുണ്ട്. എന്നാൽ വയസ്സിനെ പിറകോട്ട് കൊണ്ടുപോകാനുള്ളൊരു ടെക്നിക്ക് എന്താണെന്നറിയോ? omega-3 ഫാറ്റി ആസിഡ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഒരു 4 മാസം അല്ല 5 മാസത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ വയസ്സിനെ പിറകോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് omega-3 ഫാറ്റി ആസിഡിൻ്റെ ഗുണം എന്നാണ്.